നമസ്കാരം. പാർട്ടി വിട്ട CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗവും DYFI മുൻ ജില്ലാ പ്രസിഡന്റുമായ മനു തോമസ് പാർട്ടിയിലെ ചില പുഴുക്കുത്തുകൾ വിളിച്ചു പറഞ്ഞു. പാർട്ടി ജില്ലാ സെക്രട്ടറി MV ജയരാജൻ മനുവിനെ വേദനിപ്പിക്കാതെ ചിലത് നിഷേധിച്ചു. പാർട്ടിക്കത് അവിടെ തീർക്കണമായിരുന്നു. പക്ഷേ അമ്പുകൊണ്ട P ജയരാജൻ വെറുതെയിരുന്നില്ല. ഒരു വിപ്ലവകാരിയുടെ പതനം എന്ന പ്രയോഗത്തോടെ തുടങ്ങിയ ഫേസ്ബുക്ക് പോസ്റ്റിന് ലൈക്കും ലവും വാരി വിതറുന്നത് സ്വർണ്ണക്കടത്ത് TP കേസ് പ്രതികളാണ്. തീർന്നില്ല. ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ ഭീഷണി പോസ്റ്റും പിന്നാലെ വന്നു. പാർട്ടി വിട്ടവർക്ക് എന്നും പറയാനാകില്ല എന്ന് ബോധ്യപ്പെടുത്താൻ സംഘടനയ്ക്ക് അധികം സമയം വേണ്ട എന്നാണ് പോസ്റ്റ്. ഈ പാർട്ടിയുടേതല്ല, ജനങ്ങളുടേതാണ് എന്നാണ് കഴിഞ്ഞ ദിവസം തോമസ് ഐസക് പറഞ്ഞത്. പാർട്ടി മാറ്റേണ്ടത് മാറ്റുമെന്നും തിരുത്തേണ്ടത് തിരുത്തുമെന്നും മുഖപത്രത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ ലേഖനം വന്നത് ഇന്നാണ്. ഈ പാർട്ടി ആരുടേതാണ്? പാർട്ടി തിരുത്തുന്നത് എവിടെയാണ്? ചർച്ചയിൽ മനു തോമസിനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയാണ്. കോൺഗ്രസ് പ്രതിനിധി റിജിൽ മാക്കുറ്റി, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കറും ഉണ്ട്. ആദ്യം റിജിൽ മാക്കുറ്റിലേക്ക്. റിജിൽ, ഇപ്പോൾ മനു തോമസ് പാർട്ടി അംഗത്വം പുതുക്കാതിരുന്ന ആളാണ്. CPMുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്തു. അതിൽ MV ജയരാജൻ്റെ വാർത്താ സമ്മേളനം, അതിനോടുള്ള പ്രതികരണവും നമ്മൾ കണ്ടതാണ്. പിന്നീട് പാർട്ടി സെക്രട്ടറിയേക്കാൾ മുകളിൽ നിന്നുകൊണ്ട് P ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. ആ പോസ്റ്റിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് മനു തോമസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രതികരണം വരുന്നു. എന്താണ് കണ്ണൂരിൽ ഇടത് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതെന്നാണ് കോൺഗ്രസ് കരുതുന്നത്? സ്മൃതി, യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, ചുണ്ടങ്ങ കൊടുത്തിട്ട് വതിങ്ങ വാങ്ങിക്കുക എന്നുള്ളത്. യഥാർത്ഥം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. P ജയരാജൻ എന്ന് പറയുന്ന CPMൻ്റെ നേതാവിൻ്റെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കണ്ണൂരിലെ മറ്റ് രാഷ്ട്രീയ CPM നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അഴിമതി ആരോപണങ്ങളും കുടുംബപരമായിട്ടുള്ള അവരുടെ സ്വത്ത് സമ്പാദനവും അത് ഉൾപ്പെടെയുള്ള പല വാർത്തകളും വരുമ്പോൾ ഞാനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നും ഞാനൊരു വിശുദ്ധ പശുവാണ് എന്ന് അദ്ദേഹം ഉണ്ടാക്കിയൊരു മേലങ്കി ഇന്ന് മനു തോമസിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി അത് പൊളിഞ്ഞ് പാളീസായിരിക്കുന്നു എന്നുള്ളതാണ് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പം MV ജയരാജൻ ഏത് രൂപത്തിലാണ് മനു തോമസിനെതിരായി പറഞ്ഞതെന്നും അങ്ങനെയല്ല P ജയരാജൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിപ്ലവ നായകൻ്റെ അന്ത്യം എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥ വിപ്ലവ നായകൻ്റെ അന്ത്യം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. P ജയരാജൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ക്രിമിനലാണെന്ന് മനു തോമസിൻ്റെ ഈ ഒരു വെളിപ്പെടുത്തലോടുകൂടി ഇന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. P ജയരാജൻ്റെ മകനാണ് റെഡ് ആർമിയുടെയും സ്വർണ്ണക്കള്ളക്കടത്ത് നേതൃത്വം കൊടുക്കുന്നതിൻ്റെയും പിറകിലെന്നും അതിൻ്റെ കൊട്ടേഷ സംഘത്തിനകത്ത് പ്രവർത്തിക്കുന്നവനാണെന്നും DYFIയുടെ ജില്ലാ പ്രസിഡൻ്റായി പ്രവർത്തിച്ച പാർട്ടി ഒരു തരത്തിൽ നടപടിയെടുക്കാതെ, പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ മാഫിയ പ്രവർത്തനം നടത്തിയിട്ടോ ഏതെങ്കിലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം നടത്തിയിട്ടോ അങ്ങനെ ഒന്നുമില്ലാതെ താൻ ഉന്നയിച്ച തൻ്റെ കൃത്യമായ കാര്യങ്ങൾ പാർട്ടിക്കകത്ത് നേതാക്കന്മാർ വഴിപിടച്ചു പോവുകയും സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുകയും ചെയ്യുന്ന കാര്യങ്ങൾ പാർട്ടി അറിയിച്ചതിൻ്റെ പേരിൽ നടപടിയെടുക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം അവസാനം അതിനകത്ത് സ്വയം ഒഴിഞ്ഞു പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായിട്ടും അത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ സ്മൃതി. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇരിക്കുമ്പോൾ ഇന്ന് മനു തോമസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് 2 കാര്യം പറയുന്നുണ്ട്. എടിയന്നൂരും അതോടെ ഒഞ്ചിയവും വിപ്ലവമായിരുന്നില്ല, അത് വൈകൃതമായിരുന്നു. യഥാർത്ഥത്തിൽ എടിയന്നൂരിലെ ഞങ്ങളുടെ സഹപ്രവർത്തന ഷുഹൈബിൻ്റെ മരണ വാറണ്ടിൽ ഒപ്പുവെക്കാൻ P ജയരാജൻ അത് തയ്യാറായിട്ടുണ്ടായിരുന്നു എന്ന് അന്ന് മുതൽ ഷുഹൈബിൻ്റെ കൊലപാതകം നടന്നതിന് ശേഷം ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നതാണ്. അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ ആ കൊലപാതകത്തിന് ശേഷം ഞങ്ങൾ നടത്തിയ പല കാര്യങ്ങളും ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. കംസൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ്റെ അന്ത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? 7 മക്കൾ, സഹോദരിയുടെ 7 മക്കളും കൊന്നതിന് ശേഷം 8ാമത്തെ കുട്ടിയെയും കൊല്ലാൻ കംസൻ പോകുന്നുണ്ട്. അത് പെൺകുട്ടിയായിട്ട് പോലും ആ കുട്ടിയെ കൊല്ലുമ്പോൾ ആ കുട്ടി കംസൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയി ഒരു അശരീര രൂപത്തിൽ പറയുന്നു, അരേ ദുരാചാരമുരത്ത കംസ, പരാക്രമം സ്ത്രീകളോടല്ലേ വേണ്ടു, തവാന്തകൻ ഭൂമി തലേ പിറന്നിരിക്കുന്നു, ജവന്തി സർവത്ര തിരഞ്ഞുകൊള്ളുക എന്നുള്ള അശരീരി പോലെ ഇന്നത്തെ പൊളിറ്റിക്കൽ കംസനായ ആ ജയരാജനോട് ഞങ്ങൾ പറഞ്ഞിരുന്നു, നിരപരാധിയായ ഷുഹൈബിനെ 41 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ ജയരാജ, താങ്കളുടെ രാഷ്ട്രീയ അന്ത്യം ആരംഭിക്കുകയാണ്. ആ ഷുഹൈബിൻ്റെ കൊലപാതകത്തിന് ശേഷം ജയരാജൻ കൗണ്ട് ഡൗൺ ആണ്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ എല്ലാ തലത്തിലും ജയരാജൻ കൗണ്ട് ഡൗൺ ആണ്. ഇന്ന് ജയരാജൻ്റെ മുഖപടമാണ്. ജയരാജൻ ഒരു
ഒരു പൊളിറ്റിക്കൽ ക്രിമിനലാണെന്നും ജയരാജൻ ഈ പാർട്ടിയെ വെച്ച് പണമുണ്ടാക്കുന്നവനാണെന്നും ജയരാജൻ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ പണം പറ്റുന്നവനാണെന്നും ജയരാജൻ കോറി മാഫിയിൽ നിന്ന് പണം പറ്റുന്നവനാണ് എന്നും ഒരു ഡിവൈഎഫ്ഐയുടെ നേതാവ് വിളിച്ചു പറയുമ്പോൾ ജയരാജന്റെ യഥാർത്ഥത്തിലെ രാഷ്ട്രീയത്തിന്റെ അവസാനമാണ് ഈ ഒരു പങ്കെടുക്കുന്നുണ്ട്. മനു തോമസ് പറയട്ടെ. മനു, ഇപ്പോൾ താങ്കൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ആളാണ്, അംഗത്വം പുതുക്കാത്ത ആളാണ്. പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചില മോശം പ്രവണതകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതിനോട് MV ജയരാജൻ മൃദു സ്വഭാവത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നു. പക്ഷേ P ജയരാജൻ്റെ പോസ്റ്റ് താങ്കളെ മോശമായി അവതരിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിന് മറുപടിയായി താങ്കൾ അതും കടന്ന് പല കാര്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ കേട്ട ചില കാര്യങ്ങൾ, താങ്കൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതിന് താങ്കൾ ക്ഷമയോടെ മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്കൾക്ക് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നതിന് പിന്നിൽ ഒരു കൊതിക്കെറിവാണ് ഉള്ളതെന്ന് ഒരു വിഭാഗം പറയുന്നു. താങ്കളും ഷാജിറും ഒക്കെ പാർട്ടിയിൽ വന്ന ഘട്ടം എന്നുള്ളത്, താങ്കളാണ് കുറച്ചുകൂടി സീനിയറായ ആൾ. പക്ഷേ ഷാജി 2010 ശേഷം വന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി ആക്കുന്നു, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ആക്കുന്നു. അത് P ജയരാജൻ്റെ കാലത്താണ് ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഷാജിറും P ജയരാജനും തമ്മിലുള്ള ബന്ധം കാരണം ആ ഒരു ഇഷ്ടക്കേട് താങ്കളുടെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ പിന്നീട് വലുതായത് എന്ന് ഒരു വിഭാഗം ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അതിന് മറുപടി പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. മനു, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. ചോദിച്ച ചോദ്യത്തിന് ഞാൻ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യവും പാർട്ടിക്കകത്ത് ഉന്നയിച്ചത്, സംഘടനയ്ക്കകത്ത് ഉന്നയിച്ചത് വ്യക്തിപരമായ ഏതെങ്കിലും അനിഷ്ടത്തിന്റെയോ ദേഷ്യത്തിന്റെയോ കെറിവിന്റെയോ ഭാഗമായിട്ടല്ല. കാലഘട്ടത്തിൽ നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശരിയല്ലാത്ത കാര്യങ്ങളെ നമ്മൾ എതിർക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അതാണ് ഞാൻ ചെയ്തത്. അതിനെ നമ്മൾ ആർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ പോലെ പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ വേണമെങ്കിൽ കഴിയും. വ്യാഖ്യാനങ്ങൾക്ക് ആർക്കും ആരെയും തെറ്റു പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെങ്കിൽ ഞാൻ അടിസ്ഥാനപരമായി അന്നും ഇന്നുമല്ല, ഇതിപ്പോ ഒരു 2 വർഷം മുമ്പോ 3 വർഷം മുമ്പോ തുടങ്ങിയ കാര്യങ്ങളല്ല. പല ഘട്ടങ്ങളിലായി പല കാര്യങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ നടന്ന പല വിഷയങ്ങളെ സംബന്ധിച്ചും എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുകയും അതിനകത്ത് ചില കാര്യങ്ങളോട് യോജിക്കാൻ ചില കാര്യങ്ങൾ പാർട്ടിക്ക് എന്റെ അഭിപ്രായമായിരിക്കില്ലല്ലോ. സ്വാഭാവികമായിട്ടും ആ ഭൂരിപക്ഷ അഭിപ്രായത്തോടൊപ്പം നിൽക്കേണ്ട സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നിശബ്ദനായി നിൽക്കേണ്ട സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങൾക്കകത്ത് ഞാൻ തുറന്ന് അഭിപ്രായങ്ങൾ പിന്നീടും പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്, തുടർന്നുകൊണ്ടിരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അത് പാർട്ടി സംഘടനയെ കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യമല്ല, പാർട്ടി സംഘടനയെ നന്നാക്കുന്ന കാര്യങ്ങളിലാണ്. അങ്ങനെ നന്നാക്കുന്നതിൽ പാർട്ടിയുടെ ഒരു വിഭാഗത്തിന് പിന്തുണ താങ്കൾക്കുണ്ടോ? അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെട്ട കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പലപ്പോഴും കണ്ണൂർ ജില്ലാ പാർട്ടിക്കകത്ത് ഒരു വലിയ നിശബ്ദത ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ടിരുന്നു. ആ നിശബ്ദത എന്തിൻ്റെതാണ്? പേടിയുടെ ആണോ മറ്റെന്തെങ്കിലും ഒക്കെ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയേണ്ടി വരും. ആ കാലഘട്ടത്തിലാണ് ഇതെല്ലാം സംഭവിച്ചത്. താങ്കൾ P ജയരാജനുമായി സംവാദത്തിന് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പക്ഷേ അദ്ദേഹം അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചെന്ന് കണ്ടു. അദ്ദേഹത്തിന് പ്രതിരോധം തീർക്കുന്നത് കൊട്ടേഷൻ സംഘങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം P ജയരാജന് വേണ്ടി ഈ അർജുൻ ആയങ്കിയും ആകാശ് തിലങ്കേരിയും ഒക്കെ രംഗത്ത് വരുന്നത്? അദ്ദേഹമാണത് പറയേണ്ടത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഞാനല്ലത് പറയേണ്ടത്. ഈ എങ്ങനെയാണ് ഈ പാർട്ടിയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ഒരാൾക്ക് പ്രതിരോധം തീർക്കാൻ ഈ പറഞ്ഞ ആളുകൾ വരുന്നത്? ഇവിടെ വേറെ ഏതെങ്കിലും നേതാക്കളുടെ കാര്യത്തിൽ ഇത് സംഭവിക്കുന്നില്ലല്ലോ. പല നേതാക്കളും CPM-ന്റെ പല നേതാക്കളും പലതരത്തിൽ വേട്ടയാടപ്പെട്ട ഘട്ടങ്ങളുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത പ്രതിരോധം തീർക്കൽ ഇവർക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ വന്നത് എന്നുള്ളത് സമൂഹം കാണുന്നുണ്ട്. പിന്നെ അദ്ദേഹം കൂടി അത് വിശദീകരിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. TP കേസ് പ്രതികളും ഇക്കാര്യത്തിൽ ഈ അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ വന്നിട്ട് ലൈക്കും ലവും ഒക്കെ ഇടുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇവരൊക്കെ ആയിട്ട് തമ്മിൽ ബന്ധമുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ഒരു
കാലഘട്ടത്തിലെ സംഭവിച്ച, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇതെല്ലാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും പാർട്ടിയുടെ ഏതെങ്കിലും വിപ്ലവ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടതല്ല. ഇതെല്ലാം ഒരു വൈദഗ്ധ്യത്തിൽ നിന്നുണ്ടായതാണ് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. പക്ഷേ പി ജയരാജൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ സംഭവിച്ച വൈകൃതമാണോ? വൈകൃതം തന്നെയാണ് അത്. കണ്ണൂരിലെയും മലബാറിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കേണ്ടത്. ഒന്നുകൂടി വ്യക്തമാക്കുമോ? പി ജയരാജന്റെ കാലത്ത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ സംഭവിച്ച വൈകൃതം എന്നാണോ അതിനെ കരുതേണ്ടത്? ഒരു കാലഘട്ടത്തിന്റെ, കണ്ണൂരിലെ പാർട്ടിയുടെ ഒരു കാലഘട്ടത്തിന്റെ വൈകൃതം തന്നെയായിരുന്നു. ഏതാണ് ആ കാലഘട്ടം? ഈ പറഞ്ഞ കാലഘട്ടം, ഇതൊക്കെ സംഭവിച്ച കാലഘട്ടം എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ നടന്ന കാലഘട്ടം എന്നാണ് ഞാൻ പറഞ്ഞത്. ഗുരുതരമായ കാര്യങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അർജുൻ നായങ്കി ആയാലും ആകാശ് തിലങ്കേരി ആയാലും പാർട്ടി ഇവരെയൊക്കെ തള്ളി പറഞ്ഞതാണ് ഒരു ഘട്ടത്തിൽ. അപ്പോൾ എങ്ങനെയാണ് ഇവർ പരസ്യമായി പാർട്ടി സംഘടന ഇക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്നാണ് താങ്കൾക്കെതിരെയുള്ള ഭീഷണി? അപ്പോൾ ആ ഭീഷണി എങ്ങനെയാണ് കാണുന്നത്? കണ്ണൂർ ജില്ലയിലെ പാർട്ടി സംവിധാനം ഇവരെ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം അത് പറയേണ്ടത് പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വമാണ്. ഇങ്ങനെ അധികം സമയം വേണ്ട, പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് പാർട്ടി അങ്ങനെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് പാർട്ടിയാണ് പറയേണ്ടത്. താങ്കൾ ഈ ചോദ്യം എം വി ജയരാജനോടാണോ? ചോദ്യം തോന്നലിൽ തീർച്ചയായും എം വി ജയരാജന് മറുപടി പറയണല്ലോ. കാരണം അങ്ങനെയാണല്ലോ അവർ പറഞ്ഞിരിക്കുന്നത്. ഈ താങ്കളുടെ ഈ പരസ്യ പ്രതികരണത്തിന് ശേഷം എം വി ജയരാജൻ താങ്കളെ ബന്ധപ്പെട്ടിരുന്നോ? അങ്ങനെ ഒരു കാര്യത്തിലും ഈ പറഞ്ഞ നിലയിൽ ഒരു നേതാക്കളുമായി ബന്ധം കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊരു രണ്ടാമതൊരു ഘട്ടമാണല്ലോ. ഞാൻ ആ സംഘടനയ്ക്കകത്ത് ഉണ്ടായിരുന്ന ഘട്ടവും അതിനുശേഷം പിന്നെ അവർക്ക് സ്വാഭാവികമായിട്ടും അതിനുള്ള പരിമിതികൾ ഉണ്ടാവുമല്ലോ. ഞാനും അതിന് ശ്രമിച്ചിട്ടില്ല. എന്നെ വിളിച്ചിട്ടുള്ള നേതാക്കളെ ബന്ധപ്പെടാതിരിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മനു, ഞാൻ ചോദിക്കുന്നത് സത്യത്തിൽ സത്യസന്ധമായി ഞാൻ പറയാം, ഞാൻ ഫോൺ എടുക്കാതിരിക്കുകയാണ് ചെയ്തത്. പാർട്ടി ലീഡർഷിപ്പ് പലരും ഈ ഘട്ടത്തിലൊക്കെ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുക്കാതിരിക്കുകയാണ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ഞാൻ അതിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ സമയത്ത് അതിന്റെ കൃത്യമായ മറുപടിയോ അതിന്റെ ഒരു ശരിയായ നടപടിക്രമങ്ങളോ ഉണ്ടാകാതെ ഇരുന്ന ഒരു ഘട്ടത്തിൽ പിന്നെ ഞാൻ അതിന്റെ പുറത്തേക്ക് പോയതിനു ശേഷം പിന്നെ അതിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ആ കാര്യങ്ങളിലൊക്കെ പിന്നീട് സംസാരം ഇപ്പോൾ വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. മനു തോമസ്, താങ്കൾ പറയുന്നതിൽ പ്രസക്തി ഉണ്ടാകുന്നത് താങ്കൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിക്കാൻ വെച്ച ഒരു ആയുധമായിട്ടല്ല ഇതിനെ കാണുന്നത്, അതിനുശേഷം നടത്തിയ പ്രതികരണമാണ് എന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഗൗരവത്തിലുള്ളതാണ്. ഈ ഷാജിറിന്റെ കാര്യത്തിൽ താങ്കൾ ഉന്നയിച്ച ആരോപണം, കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ട് എന്നുള്ള ആരോപണം നിങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ പറയുന്നു, പാർട്ടിക്ക് കത്ത് കൊടുക്കുന്നു, അതിന്മേൽ അന്വേഷണം നടക്കുന്നുണ്ട്. രേഖാംഗ കമ്മീഷൻ അന്വേഷണം നടത്തിയല്ലോ എം സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. ആ അന്വേഷണത്തിൽ ഷാജിറിന് ജാഗ്രത വേണമായിരുന്നു എന്നുള്ളതാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. അപ്പോൾ ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായി ഷാജിറിന് ബന്ധമുണ്ടായിരുന്നു, ആ ബന്ധം തെറ്റായിരുന്നു എന്ന് പാർട്ടി തന്നെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണല്ലോ. അതിന്മേൽ എന്നിട്ട് എന്താണ് ഒരു നടപടി ഉണ്ടാവാതിരുന്നത്? നടപടി ഉണ്ടാകായിരുന്നു എന്നോട് ചോദിച്ചിട്ട് ഞാനെന്താ താങ്കൾക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഞാൻ നേരത്തെ തന്നെ ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതെന്ന് വെച്ചാൽ ഇതിന് ചില പരിമിതികളുണ്ട് പാർട്ടിയെ സംബന്ധിച്ച് എടുക്കുന്നതിൽ. എന്തൊക്കെയാണ് പരിമിതി? ഇപ്പോൾ പി ജയരാജനെതിരെ താങ്കൾ ഗുരുതരമായ ആരോപണം പി ജയരാജന്റെ മകനെതിരെ പറയുന്നു. സംവാദത്തിന് വഴി തുറക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, അത് പാർട്ടിക്ക് പരിക്കേൽക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പാർട്ടിക്ക് പരിമിതിയുണ്ട് എന്നുള്ളത് ഞാൻ കൃത്യമായി അത് പറയുകയാണ്. താങ്കൾക്ക് പരിമിതിയില്ലല്ലോ? എന്റെ ബോധ്യം അങ്ങനെയാണ്. താങ്കൾക്ക് പരിമിതിയില്ലല്ലോ? ഇല്ല, എനിക്ക് ഇപ്പോൾ അതിനകത്ത് പരിമിതിയില്ല. പക്ഷെ ഞാൻ കൃത്യമായി പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അതിന് പരിമിതിയുണ്ട്, CPM-ന് അതിന് പരിമിതി ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് ആ പരിമിതിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു പോയാൽ എങ്ങനെയാണ് ഭാവിയിൽ ഈ ജനങ്ങളുമായിട്ടുള്ള വിശ്വാസ്യതയെ നിലനിർത്താൻ കഴിയുക എന്നുള്ളത് പരിശോധിക്കേണ്ട ഘടകമാണ്.
ശരി, എന്തും ചെയ്യാൻ മടിക്കാത്ത കൊട്ടേഷൻ സംഘത്തിലുള്ളവരാണ് ഇപ്പോൾ പരസ്യമായി തന്നെ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. പേടിയുണ്ടോ പുറത്തിറങ്ങാൻ? ഇല്ല, ഞാനത് കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മള് പിന്നെ സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുമ്പം അത്ര സുഖകരമായ ഒരു സാഹചര്യത്തിലല്ല നമ്മൾ ജയിൽവാസവും മറ്റ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിലൂടെ തന്നെയാണല്ലോ കടന്നു വരുന്നത്. നമ്മളങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ പേടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമില്ല. പേടിച്ചിട്ട് അഭിപ്രായം പറയാതിരിക്കുക, അങ്ങനെയാണെങ്കിൽ അവർ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുന്ന അല്ലെങ്കിൽ പൊതുപ്രവർത്തനം നിർത്തുക എന്നുള്ളത്. ഞാൻ അതിനകത്തുള്ളപ്പോഴും പുറത്തുള്ളപ്പോഴും എല്ലാം എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ നിർഭയമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ല, ഈ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പോലീസിൽ പരാതി നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതല്ലേ? ഞാൻ അതിനകത്ത് കാണുന്നൊരു കാര്യം, ഇപ്പൊ ഒരാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് ഒരു ഭീരുവിന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. ഇവരൊക്കെ ഈ പല ആളുകളെയും കൊല്ലുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താ? അവരോട് സംവദിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ. സംവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സംവദിക്കാതെ തീർത്ത് നിശബ്ദമാക്കാനാണ് എങ്കിൽ അതൊരു ഭീരുവിന്റെ പ്രവർത്തനമാണ്. ഞാനതിനെ സ്വാഗതം ചെയ്യുകയാണ്. എനിക്കതിനകത്ത് അങ്ങനത്തെ ഭയമൊന്നുമില്ല. ഞാൻ പോലീസിലൊന്നും പ്രൊട്ടക്ഷന് വേണ്ടി ആവശ്യപ്പെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അനുസരിച്ചാണെങ്കിൽ പി ജയരാജനാണ് താങ്കൾ ഈ പറയുന്ന ചില പ്രവണതകൾ ക്ക് തുടക്കമിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലത്താണ് അത് തുടങ്ങിയത്. ആ രൂപത്തിലാണ് ഈ കൊട്ടേഷൻ സംഘങ്ങളൊക്കെ വളർന്ന് പന്തലിച്ചത്. അത് പാർട്ടിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നു, പിന്നെ പാർട്ടിക്ക് അപ്പുറം ചില കാര്യങ്ങൾ ചെയ്യുന്നു, അതിൽ പാർട്ടിക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പി ജയരാജനെതിരെ പാർട്ടി ഒരു നടപടി എടുക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാർട്ടിയാണ് അത് ചർച്ച ചെയ്യേണ്ടതും എന്താണെന്നുള്ളത്. ഇതൊക്കെ ഒരു വലിയ തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു അധോലോക സംവിധാനത്തിലേക്ക് ഇതെല്ലാം മാറിയിട്ടുണ്ട്. ഇതിനെയൊക്കെ എത്രമാത്രം ഇനി നിയന്ത്രിച്ചു നിർത്താൻ പറ്റും, ആരെയൊക്കെ ഇതിനകത്ത് പിടിച്ചു കെട്ടാൻ പറ്റുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിന്റെ ഒരു വലിയ ശാപമായി ഈ രാഷ്ട്രീയ മാഫിയ സംവിധാനം മാറിയിട്ടുണ്ട്. അതിനകത്ത് തിരുത്തിയാൽ എല്ലാവർക്കും നല്ലത്. ഈ പാർട്ടിയിൽ ഈ അധോലോക സംവിധാനം എത്രത്തോളം വളർന്നു എന്നാണ് കരുതുന്നത്? പി ജയരാജൻ എന്നൊരു നേതാവ് മാത്രം ആണ് ഈ അധോലോക നേതാവ്, വേറെ ആർക്കും ഇതിൽ പങ്കില്ല എന്നാണോ മനു തോമസ് പറഞ്ഞു വെക്കുന്നത്? അധോലോക സംസ്കാരത്തെ രാഷ്ട്രീയത്തിനകത്തേക്ക് കൊണ്ടുവരുന്നതിൽ ഈ കാലഘട്ടത്തിൽ വലിയൊരു പങ്കുണ്ട്. അത് അവസാനിപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ്. പഴയ കാലമല്ലല്ലോ ഇപ്പം. കാലം മാറിയില്ലേ, ചിന്താഗതികൾ മാറിയില്ല. ഒന്നാമത് ചെറുപ്പക്കാരൊന്നും നാട്ടിൽ നിൽക്കാനോ പൊതുരംഗത്തേക്ക് വരാനോ വോട്ട് ചെയ്യാൻ പോലും തയ്യാറാകാത്ത ഒരു പുതിയ സമൂഹം രൂപപ്പെട്ടു വരികയാണ്. അവിടെ നിങ്ങൾ ഈ പറയുന്ന ഈ പ്രവർത്തനമായിട്ടൊന്നും മുമ്പോട്ട് പോയാൽ ഇനി ഈ കാലത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പുനർവിചിന്തനം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ആവശ്യമാണ്. പഴയതുപോലെ അല്ല കാര്യങ്ങൾ. അപ്പൊ അതിനകത്ത് കുറച്ചുകൂടി ഗൗരവമായ പരിശോധന നടത്തി മാറ്റങ്ങൾ വരുത്തുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഗവൺമെന്റ് നമ്മുടെ നാട്ടിലെ കൊലപാതക രാഷ്ട്രീയത്തെയൊക്കെ നിർത്തുന്നതിന് വേണ്ടി ഒരു പരിശ്രമം നടത്തിയിട്ടുണ്ട്. അതിലൊരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അത് കുറെ മുമ്പേ ആയിരുന്നെങ്കിൽ കുറെ മനുഷ്യരുടെ കണ്ണീരും സ്വപ്നങ്ങളൊന്നും തകരില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും ഈ പറഞ്ഞൊന്നും 42-ലെ കയ്യൂർ സമരം പോലെയോ അല്ലെങ്കിൽ കാവുമ്പായി സമരം പോലെയോ മുനയങ്കുന്ന് സമരം പോലെയുള്ള സമരങ്ങളൊന്നും അല്ലല്ലോ ഇതൊന്നും മനുഷ്യന്റെ പട്ടിണിക്ക് വേണ്ടിയോ അവന്റെ ജീവിതത്തിന് വേണ്ടിയോ ഉള്ള സമരങ്ങളൊന്നും അല്ലല്ലോ. ഇതൊക്കെ ഒരു പവർ പൊളിറ്റിക്സിന്റെ ഒക്കെ ഭാഗമായി പലപ്പോഴും മാറ്റപ്പെടുന്നതാണ്. ഇതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു, തിരുത്തപ്പെടേണ്ട കാലം കഴിഞ്ഞു. അങ്ങനെ തിരുത്തിയാൽ എല്ലാവർക്കും നല്ലത്. അത് ജനങ്ങളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ സമയത്തും അവർക്ക് കിട്ടുന്ന അവസരത്തിൽ അവരത് പറയുന്നുണ്ടല്ലോ. ദയവായി ലൈൻ തുടരണം. ശ്രീ എൻ പി ചെക്കുട്ടി, ഇപ്പോൾ മനു തോമസ് പറഞ്ഞതിനെ എങ്ങനെ കാണുന്നു? മനു തോമസ് ഏതായാലും പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന ശേഷമാണ് ഈ പ്രതികരണങ്ങളൊക്കെ തയ്യാറായിട്ടുള്ളത്. ഈ പ്രവണത അത് പടർന്ന് പന്തലിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എത്രത്തോളം തിരുത്തൽ സാധ്യമാകും എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു. പി ജയരാജൻ എം വി ജയരാജനെ മറികടന്ന് എം വി ജയരാജൻ ഈ വിഷയത്തിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി ഒരു വിശദീകരണം നൽകി. സാധാരണഗതിയിൽ ഈ തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലല്ല എം വി ജയരാജൻ പ്രതികരിച്ചതെന്നും താങ്കൾ കണ്ടിരിക്കുമല്ലോ. അപ്പോൾ വളരെ ബുദ്ധിപൂർവ്വം വളരെ മിതമായി മാത്രം പ്രതികരിച്ചുകൊണ്ട് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു പാർട്ടി ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ പി ജയരാജൻ അവിടെ നിന്ന് കടന്നു പോയിരിക്കുന്നു. അതെ, യഥാർത്ഥത്തിൽ
ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഗതി അല്ല അത്. ഏറ്റവും ചെറിയൊരു പതിറ്റാണ്ട് കാലമായിട്ട് കണ്ണൂരെ പാർട്ടിയെ വല്ലാതെ ആഭ്യന്തരമായിട്ട് തകർക്കുന്ന ചില പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രവണതകൾ തീർച്ചയായും അതിന് പി ജയരാജൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ പി ജയരാജന് മുമ്പുള്ള കാലത്തുണ്ടായിരുന്ന ആളുകൾക്കും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ഒരു പക്ഷേ പി ജയരാജന് ശേഷവും അത്തരത്തിലുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള പാർട്ടി സംവിധാനത്തിനകത്ത് ഇത്തരം പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ചർച്ച നടത്തുന്നതിൽ അർത്ഥമില്ല. എനിക്ക് തോന്നുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 കൊല്ലത്തിലേറെയായി, പ്രത്യേകിച്ച് ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം വളരെ കൃത്യമായിട്ട് ഈ ആഭ്യന്തരമായിട്ട് വലിയ സ്വാധീനമുള്ള ഗുണ്ടാ സംഘങ്ങൾ പാർട്ടി സംവിധാനത്തെ പിടിച്ചെടുക്കുന്ന ഒരു പ്രവണത അത് വളരെ എവിഡൻ്റ് ആയിരുന്നു. അത് നമ്മൾ കാണുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. അത് യഥാർത്ഥത്തിൽ കേരളീയ പൊതുസമൂഹം ആ വിഷയം അതിനെക്കുറിച്ച് നിരന്തരമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും ശക്തിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ശക്തിയുള്ള ഘടകം ഈ തരത്തിൽ ജനകീയ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പകരം ഈ ഒരു തരത്തിലുള്ള മാഫിയ സംഘത്തിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും മാഫിയ സംഘത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് നിരന്തരമായി ചോദിക്കപ്പെട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ മനു തോമസ് അദ്ദേഹം ആ പാർട്ടിയുടെ ഭാഗമായിരുന്ന ആളാണ്. അദ്ദേഹം 1.5 കൊല്ലം മുമ്പ് അദ്ദേഹം പ്രവർത്തനം നിർത്തിയതാണ്. അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോഴെങ്കിലും ആ പാർട്ടി ഗൗരവത്തോടു കൂടി പരിശോധിക്കണം. എം വി ജയരാജൻ ആ പ്രശ്നം മറച്ചു വയ്ക്കാനൊരു ശ്രമം നടത്തിയത്. അദ്ദേഹം ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു പൊതിഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു വിഷയമാണ് രൂപത്തിലേക്കാണ് ഇത് പോയത്. അങ്ങനെ പൊതിഞ്ഞു വെച്ചുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നൊരു കാര്യമില്ല. ഇപ്പം എന്തുണ്ടായി? ഇപ്പം യഥാർത്ഥത്തിൽ പാർട്ടിയുടെ സംരക്ഷകരായിട്ട്, പാർട്ടിയുടെ പ്രധാനപ്പെട്ട വക്താക്കളായിട്ട്, പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളായിട്ട് ഈ ഗുണ്ടാ സംഘങ്ങൾ പരസ്യമായിട്ട് രംഗത്ത് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പാർട്ടിക്കുണ്ടാക്കുന്ന അപമാനവും പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ക്ഷീണം, പൊതുസമൂഹത്തിൽ പാർട്ടിക്കുണ്ടാക്കുന്ന അവമതിപ്പ് അത് എത്രത്തോളം ഗൗരവമുള്ളതെന്നുണ്ട് ഇവർ കാണണം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ആളുകളാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ പോലും കൈകാര്യം ചെയ്യുന്നത് പറയുമ്പോൾ ഈ സർക്കാരിനെ കുറിച്ച് എന്താണ്? അപ്പം ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ആളുകൾക്ക് കൊടുക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ സർക്കാർ, കേരളത്തിലെ ഭരണകൂടം, കേരളത്തിലെ പോലീസ് സംവിധാനം ഇതൊക്കെ തന്നെ ഒരു വലിയ മാഫിയ സംഘത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് തോന്നലുള്ളത്. അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു അസ്വസ്ഥത, ജനസമൂഹത്തിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥത അത് വളരെ ആപൽക്കരമാണ്. അതിന് പരിഹാരം യഥാർത്ഥത്തിൽ കണ്ണൂരിൽ തന്നെയാണ് കൊണ്ടുവരേണ്ടത്. കണ്ണൂരിൽ ആ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് പാർട്ടി തയ്യാറാണ്. ഇപ്പോഴെങ്കിലും ഈ വിഷയം എന്താ പറയുക മറച്ചു വെക്കാതെ എന്താണ് സംഭവിച്ചത് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് വേണ്ടി വന്നാൽ സെൽഫ് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പരിശോധന നടത്തിക്കൊണ്ട് അതിനകത്ത് തെറ്റ് നടത്തിയ ആളുകളെ പുറത്താക്കിക്കൊണ്ട് ഒരു ശുദ്ധീകരണ പ്രക്രിയക്ക് പാർട്ടി തയ്യാറാവണം. അല്ലെങ്കിൽ അവർക്ക് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യത്തിലൊരു സംശയമില്ല. മനു, കേൾക്കാമല്ലോ? മനു, കേൾക്കാമോ? ഈ പാർട്ടിക്കകത്ത് ഈ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച ഘട്ടം, മനു പാർട്ടിക്കകത്തുണ്ടായിരുന്ന സമയത്ത് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, ഷാജിറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു. താങ്കൾ ന്യൂനപക്ഷമായി പോയി ആ കാര്യത്തിൽ എന്ന് പറയുന്നു. ഒറ്റയ്ക്കുള്ള ശബ്ദമായിരുന്നു, താങ്കൾക്ക് ഒരു തരത്തിലും പിന്തുണ പാർട്ടിക്കകത്ത് നിന്ന് കിട്ടിയില്ല എന്നാണോ? ഒരു മോശം പ്രവണത ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരുത്താനുള്ള ശ്രമം ഏതെങ്കിലും ഭാഗത്തു നിന്നൊക്കെ പിന്തുണ ഉണ്ടാകുമല്ലോ, അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല എന്നാണോ? അങ്ങനെയെങ്കിൽ അത് പി ജയരാജനെ മാത്രം കുറ്റമല്ലല്ലോ. ആശയമുള്ള ആളുകളൊക്കെ ഉണ്ട് പലരും. പക്ഷെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു നിശബ്ദതയിലാണ് ജീവിക്കുന്നത്. അതിന്റെ ഒരു പ്രശ്നം ഈ അധികാര കേന്ദ്രമായി ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. പലപ്പോഴും പലർക്കും കാര്യങ്ങൾ തുറന്നു പറയാൻ ഭയക്കുന്നത് അവർക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങളെ സംബന്ധിച്ചും അവർക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന എന്താ പറയാ ഇവരുടെയൊക്കെ ശിക്ഷാ നടപടികളൊക്കെ പേടിച്ചിട്ടൊക്കെയാണ് പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ പറയാതിരിക്കുന്നത്. നിങ്ങൾക്ക് ഭാവിയിൽ കുറിച്ച് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ, സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിർഭയമായി അഭിപ്രായം പറയും. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം ഇന്ന് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് പൊതുവെ കാണുന്നത്. അതിന്റെ ഒരു പ്രശ്നമാണ്. സമാനമായ അഭിപ്രായം ഉള്ളവർ ഇല്ല എന്നല്ല, കുറെ ആളുകൾക്ക് ഉണ്ടാവും ഇത്തരം കാര്യങ്ങളോട്, തെറ്റായ കാര്യങ്ങളോടൊക്കെ അഭിപ്രായം ഉള്ളവരുണ്ടാവും. പക്ഷെങ്കിൽ ഈ ഒരു പ്രശ്നം അവരെ എല്ലാം നിശബ്ദരാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ സ്വർണ്ണക്കടത്തും ഈ മാഫിയ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ വെറുതെ ലഘൂകരിച്ച് പറയേണ്ടത്. ഇത് വലിയ സാമ്പത്തിക ഇടപാടാണ്. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സമ്പത്താണ്.
ഇപ്പൊ നിങ്ങളിപ്പം ഒരു വർഷം ഒരു മാധ്യമ സ്ഥാപനത്തിലിരുന്ന് ജോലി ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ ഇവർക്ക് ഒരു ഓപ്പറേഷനിലൂടെ കിട്ടുന്നുണ്ട്. അവിടെയാണ് ഇതിന്റെ ആർക്കൊക്കെ കിട്ടുന്നുണ്ട്? ഏർപ്പെടുന്ന ആളുകൾക്കൊക്കെ, ഇതിൻ്റെ അകത്ത് കണ്ണുചേരുന്ന ആളുകൾക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് അതിന്റെ ഒരു സുഖത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് അവർക്ക് എന്ത് റിസ്ക് ഉണ്ടെങ്കിലും അവരതിനെ തരണം ചെയ്യും. ആരെ വകവരുത്തണമെങ്കിൽ അവർ വകവരുത്തും, ആരെ നിശബ്ദമാക്കണമെങ്കിൽ അവർ നിശബ്ദമാക്കും. കാരണം ഇത് വലിയൊരു സാമ്പത്തിക സ്രോതസ്സാണ്. ഇത് നമ്മൾ ചർച്ച ചെയ്യപ്പെടാത്ത കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങൾക്കകത്തും ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് സംരക്ഷണം കിട്ടുന്നുമുണ്ട്. നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പലപ്പോഴും ഇതിന് ഇരകളാക്കപ്പെടുന്ന ആളുകൾ ഈ ആരുടെയെങ്കിലും സ്വർണം പിടിച്ചു പറിക്കുന്നു, അല്ലെങ്കിൽ പണം തട്ടിക്കൊണ്ടു പോകുന്നു, വ്യാജമായ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനിടയിൽ നമ്മുടെ അതിർത്തി പ്രദേശമായ വീരാജ്പേട്ട പ്രദേശത്ത് ഒരു വ്യാജ അപകടം സൃഷ്ടിക്കപ്പെട്ടു. പത്രത്തിലൊക്കെ ഒരു ചെറിയ വാർത്തയായിട്ട് അത് വന്നു. പിന്നീട് അത് കണ്ടില്ല എവിടെയാണ്. അത് കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ടായിരുന്നു അത് ഉണ്ടായിരുന്നത്. ഏത് ഭാഗത്താണ്? ഈ വീരാജ്പേട്ട ഭാഗത്ത്. ആ സത്യത്തില് ആ ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്, ആ അപകടം ഉണ്ടാക്കിയിട്ട് ഈ വാഹനത്തിലുണ്ടായിരുന്ന പണം ഇവർ പിടിച്ചു പറിച്ചുകൊണ്ട് പോവുകയാണ്. അതെങ്ങനെയോ അത് പിന്നെ ഒരു ആക്സിഡന്റ് ഇതിന്റെ ഭാഗമായി വന്നുകൊണ്ട് എങ്ങനെയോ അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ട് അതൊരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അതിനകത്ത് പ്രതികളുണ്ടായി. പക്ഷെ പിന്നീട് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സംഭവം നടത്തിയ ഇരകളാക്കപ്പെട്ട ആളുകളുടെ അടുത്ത് ചില ആളുകൾ ചെല്ലാണ് ഈ പരാതി പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അറിയപ്പെടാത്ത എത്രയോ കാര്യങ്ങൾ ഈ നമ്മുടെ സമീപ ജില്ലകളിലൊക്കെ ഇങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട്. ഈ പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരിൽ പാർട്ടിക്കാരുണ്ടോ? പലരും ഉണ്ട്. ഈ പറഞ്ഞ രാഷ്ട്രീയമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന പലരും ഉണ്ട്. ഞാൻ അതാ പറഞ്ഞത്, ഇതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ തിരുത്തപ്പെടാത്ത സാഹചര്യത്തിൽ ഇനിയും പറയേണ്ടി വരും. ഇതൊന്നും നമുക്ക് എല്ലാം ഒരു ദിവസം കൊണ്ട് ക്ലീനാക്കി കളയാവുന്ന ഉദ്ദേശമൊന്നും നമുക്ക് ഇല്ല. കാരണം ഇത് ജയിലിനകത്ത് നിന്നുകൊണ്ട് ഈ പുറത്തുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നില്ലേ ഇവർ? നിയന്ത്രിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. ജയിലിനകത്തുകൊണ്ട് ഈ പുറത്തുള്ള ഇവർക്ക് സാമ്പത്തിക സ്രോതസ് ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം ഒരു വലിയ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതും തടയപ്പെടേണ്ടതാണ്. അതിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനോടുള്ള കൃത്യമായ നിലപാട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പോവുകയുള്ളൂ. ഇതൊരു വളരെ അപകടകരമായ സാഹചര്യമാണ്. ഭാവിയിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനത്തെ തന്നെ, പൊതുവിൽ പുതിയ തലമുറയെ തന്നെ അതിലേക്ക് കൊണ്ടുവരുന്നതിലൊക്കെ ബാധിക്കും. ഇപ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചാല്, പുതിയ തലമുറ ഇതിനകത്തേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് ഒരു പറ്റം ആളുകൾ, എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, ഒരു പറ്റം ആളുകൾ ഇത്തരം സംവിധാനത്തിലേക്ക് കടന്നു വരുന്ന ഇത്തരം ആളുകളുടെ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവർ ഈ രാഷ്ട്രീയ മാതൃകയാണ്, ഈ രാഷ്ട്രീയ സംസ്കാരമാണ് പിന്തുടരുന്നത്. അവർ ഈ ഫാൻസിന്റെയും ഈ പറഞ്ഞ ആർമിയുടെയും ഒക്കെ ഭാഗമായി അവരങ്ങ് മാറി അവർക്ക് ചില സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ കിട്ടുന്നു. എന്താണ് ഈ റെഡ് ആർമി എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം മനു? കാരണം ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം എം.വി. ജയരാജൻ തന്നെ പ്രതികരിച്ചിരുന്നു. ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില പേരുകളിൽ, കള്ളപ്പേരുകളിലൊക്കെ വലിയ തോതിൽ പാർട്ടിയെ പ്രകീർത്തിച്ച് ഒരു ഘട്ടത്തിൽ പ്രതികരിക്കുന്നു. പിന്നീട് അത് മറുപക്ഷക്കാരുടെ ആളായി മാറുന്നു. ഈ രൂപത്തിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. പക്ഷേ ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഈ റെഡ് ആർമി ആരുടേതാണ്? റെഡ് ആർമിക്ക് പിന്നിൽ ആരാണ് യഥാർത്ഥത്തിൽ? എന്താണ് അതിന്റെ യഥാർത്ഥ പ്രവർത്തനം? വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ സംസ്കാരത്തെ മാറ്റിയ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഒന്നാണ് ഈ നേതാക്കൾക്ക് വേണ്ടി ഫാൻസ് സംഘങ്ങൾ രൂപപ്പെടുക, ബോർഡ് വെക്കുക, അവർക്ക് വേണ്ടി അവതാരങ്ങൾ എഴുതി പ്രചരിപ്പിക്കുക. അത് ആ കാലഘട്ടം ഈ സോഷ്യൽ മീഡിയ സജീവമായ ഒരു കാലഘട്ടമാണല്ലോ. അന്ന് ആ സമയത്ത് മുതൽ തുടങ്ങിയതാണിത്. അവിടെ മുതൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി ഇവർക്ക്
സ്വകാര്യമായ നിരവധിയായ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട്. പാർട്ടിക്ക് പുറത്ത് ആളുകൾ അറിയുന്ന പാർട്ടി പ്രവർത്തകരും ഒക്കെ ഉൾപ്പെടുന്ന അതിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനോ സംഘടനാപരമായ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനൊക്കെയുള്ള സോഷ്യൽ മീഡിയ സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഈ സംഘം രഹസ്യമായി പ്രവർത്തിപ്പിക്കുന്ന ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഈ പറഞ്ഞ ആളുകൾ മാത്രമേ ഉൾപ്പെടൂ. അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ചില ആളുകൾ, ഇവരൊക്കെ ചേർന്നതാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. ഇതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നത്. രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഒന്ന്, ഈ കൊട്ടേഷൻ, ഈ സ്വർണ്ണ പൊട്ടിക്കൽ പോലുള്ള കാര്യങ്ങളുടെ പിന്നെ നെറ്റ്വർക്കിംഗ് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. രണ്ട്, ഈ പറഞ്ഞ ഇവർക്കിഷ്ടമുള്ള നേതാക്കളെ പുകഴ്ത്താനും അവർക്ക് അവദാനങ്ങൾ ഉണ്ടാക്കാനും അവരെ വിശുദ്ധരാക്കാനും ഒക്കെയുള്ള ഇതൊരു വലിയ അപകടകരമായ രാഷ്ട്രീയ സംസ്കാരമായി കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ പൊതുവെ അത് രൂപപ്പെട്ടു. പക്ഷെ കണ്ണൂർ ജില്ലയിൽ അതിന്റെ തുടക്കവും അതിന്റെ ഒരു വലിയ വ്യാപ്തിയും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത്. മനു പല കാര്യങ്ങളും ഇപ്പോൾ വെളിപ്പെടുത്തുകയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ഫേസ്ബുക്കിലെ ഭീഷണി കൂടാതെ ഭീഷണി കോളുകൾ വന്നിട്ടുണ്ടോ? ഞാൻ കണക്കാക്കുന്നില്ല. ഇപ്പം ഫേസ്ബുക്കിൽ അവർക്ക് നമ്മുടെ അടുത്ത് എവിടെയാണോ ആക്സസ് ഉള്ളത് അതിൻ്റെ അകത്തെല്ലാം വന്നിട്ട് ഈ പറഞ്ഞ വൃത്തികേടുകൾ പറയുക, തെറി പറയുക, അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് നമുക്ക് പറയാൻ സാധിക്കാതില്ല. അതൊന്നും ഞാൻ അങ്ങനെ കാര്യമാക്കുന്നില്ല. അല്ല, ഫോൺ കോളുകൾ വന്നിട്ടുണ്ടോ? ഫോൺ കോളുകൾ വന്നിട്ടുണ്ടോ? കേട്ടില്ല. വന്നിട്ടുണ്ട്, തീർച്ചയായും വന്നിട്ടുണ്ട്. അത് മെസ്സേജുകളുടെ രൂപത്തിലും ഫോൺ കോളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. താങ്കൾ കാര്യമായി എടുക്കുന്നില്ല. പക്ഷേ എന്താണ് ആ കോളുകളിൽ എന്താണ് പറഞ്ഞിരുന്നത്? കാര്യം എന്ന് വെച്ചാൽ ഞാൻ നിശബ്ദനാകണം എന്നുള്ളതാണ്. അത് ഇപ്പം ഈ പിന്നെ വിദേശത്തു നിന്നാണ് പല മെസ്സേജുകളും കോളുകളൊക്കെ വരുന്നത്. ഇവിടെ കൊണ്ടൊന്ന് അവസാനിക്കുന്ന നല്ലത്. ഈ വിദേശ കണക്ഷൻ ഉണ്ട് ഇതിന്. വിദേശ കണക്ഷൻ എന്ന് പറയുമ്പോൾ അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇവർ ഈ വിദേശത്ത് പോയി ആളുകളെയും ഈ സ്വർണം കടത്തും ഇതുമായിട്ടൊരു കണക്ഷൻ ഉണ്ടല്ലോ. വിദേശത്തു നിന്നാണല്ലോ ഈ സ്വർണം കൊണ്ടുവരുന്നത്. ഇത് വലിയൊരു വലിയൊരു കണ്ണിയാണല്ലോ. അപ്പൊ ഇതിന്റെ നെറ്റ്വർക്കിനുണ്ടാകുന്ന പരിക്ക് ഇവര് പരിഹരിക്കപ്പെടണമല്ലോ. അപ്പൊ അതിന് അവർ ഉപയോഗപ്പെടുത്തുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പല കോളുകളും മെസ്സേജുകളും ഒക്കെ ഈ വിദേശത്തു നിന്നും ആണ് പലതും വരുന്നത്. അത് കൂടുതൽ നമ്മളതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാൻ പോയാൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പോയാൽ അതിനെ പുറകെ പോകേണ്ടി വരും. അതൊന്നും ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ശരി. റിജിൽ, ഇപ്പോൾ ഇത്ര നേരം മനു പറഞ്ഞതിൽ നിന്നും റിജിലിന് മനസ്സിലാവുന്ന എന്താണ്? ഇപ്പോൾ പി ജയരാജനുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. അത് ഒരിടത്ത് ഒതുങ്ങുന്നതല്ല, കണ്ണൂരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇപ്പോൾ വിദേശത്ത് നിന്ന് അടക്കമുള്ള കോളുകൾ വരുന്ന കാര്യം പറയുന്നു. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിലേക്ക് ഇപ്പോൾ പാർട്ടിയിലേക്ക് എന്ന് പറഞ്ഞ് യുവാക്കൾ വരുന്നത് തന്നെ ഇത്തരത്തിൽ പണം സമ്പാദിക്കാനാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ മനു പറയുന്നത്. ആ രൂപത്തിലേക്കൊക്കെ അവിടെ CPM മാറിക്കഴിഞ്ഞു എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും ശ്രീമതി സ്മൃതി, അങ്ങനെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഷുഹൈബിനെ കൊന്ന കൊലയാളിയായ ആകാശ് തില്ലങ്കേരിക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. കല്യാണം കഴിക്കുമ്പോൾ ആ കല്യാണ വീട്ടിൽ പിന്നെ ഈ ആകാശ് തില്ലങ്കേരിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഫ്ലക്സ് അടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം കണ്ണൂരിൻ്റെ പല ഭാഗത്തുണ്ട്. എന്ത് മെസ്സേജാണ് CPM കൊടുക്കുന്നത്? ആ ആകാശ് തില്ലങ്കേരിയാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും മറ്റ് കേസുകളും പ്രതിയാക്കപ്പെടുന്നത്. അതിൻ്റെ പിറകിൽ നിൽക്കുന്ന ആകാശ് തില്ലങ്കേരി എന്ന് പറയുമ്പോൾ പി ജയരാജൻ്റെ ഒരു പെറ്റാണ്. പി ജയരാജൻ അറിയാതെ ഒരു കാര്യവും അയാൾ ചെയ്യാറില്ല. ആ പി ജയരാജൻ്റെ പെറ്റായ ആകാശ് തില്ലങ്കേരിയുടെ കൂടെ ഇപ്പോൾ മനു നേരത്തെ പറഞ്ഞതുപോലെ പി ജയരാജൻ്റെ ഒരു മകനുണ്ട്. ആ മകൻ റെഡ് ആർമിയുടെ പ്രധാനപ്പെട്ട ആളാണ്. മാത്രമല്ല ഇവരുടെ കൂടെ സ്വർണം പൊട്ടിക്കാൻ പോകുന്നതിൻ്റെ അകത്ത് പങ്കെടുക്കുന്ന ആളാണെന്ന് ഉൾപ്പെടെ മനു പറയുകയാണ്. മാത്രമല്ല മറ്റൊരു മകൻ ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് കോപ്പി മാഫിയ സംഘ നേതൃത്വം കൊടുക്കുന്നു. അച്ഛൻ്റെ പേരിലാണ് നടത്തുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവിടെയൊക്കെ ചെറുപ്പക്കാർ ഇത്തരത്തിൽ ബിസിനസ് നടത്തുമ്പോൾ ഷെയർ കൂട്ടണം, അല്ലെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ ഷെയർ കൂട്ടണം എന്നുള്ള നിബന്ധന പോലും പെടുത്തുന്നു എന്ന് പറയുമ്പോൾ എത്ര ഗൗരവതരമാണ്. അവിടെ കോപ്പി വാച്ച് മാഫിയ സ്വർണം വരുന്ന കാര്യങ്ങൾ ഒക്കെ ചെയ്യുകയാണ്. എന്നിട്ട് ഇയാൾ പറയാണ് ഞാൻ വലിയ ആദർശ കമ്മ്യൂണിസ്റ്റാണെന്ന്.
എന്താണ് ഈ നാട്ടിനകത്ത് ഒരു അന്വേഷണ സംവിധാനമില്ല. അപ്പോൾ പോലീസ് എന്ന് പറയുന്നത് നമുക്കറിയാലോ എന്ത് പോലീസാണ് ഇവിടെയുള്ളത്. കൃത്യമായി ഇത് അന്വേഷിക്കേണ്ട കാര്യമല്ലേ? നാട്ടിലെ ചെറുപ്പക്കാരെ, നമ്മുടെ സമൂഹത്തെ ഇതുപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയ സംഘങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ഉന്നതനായ CPM നേതാവും അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ മുന്നോട്ട് വരുന്നു എന്ന് പറയുന്ന ഗൗരവതരമായ ആരോപണം ഉണ്ടാകുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? CPM-നകത്ത് നല്ലവരായ മനു തോമസിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഇപ്പോൾ P. ജയരാജനെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മനു തോമസിൻ്റെ അകത്ത് വന്നപ്പോൾ ജയരാജൻ ഇട്ട പോസ്റ്റിനകത്ത് കമൻറ്റുകളൊക്കെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ അതൊക്കെ റെഡ് ആർമിയിൽപ്പെട്ടവരാണ്, PG ആർമിക്കാരാണ്. പക്ഷേ മനു തോമസിനെ അനുകൂലിച്ച് നിൽക്കുന്ന നല്ലവരായ കമ്മ്യൂണിസ്റ്റുകൾ, ഉത്തരവാദപ്പെട്ട ഭാരവാഹി ആളുകൾ, എത്രയോ ആളുകൾ ഇത് തെറ്റാണ്, ഇത് മനു തോമസ് ചെയ്ത് ശരിയാണെന്ന് പറയുന്ന എത്രയോ കമ്മ്യൂണിസ്റ്റുകാരായ ആളുകളുണ്ട് എന്നുള്ളതാണ്. കണ്ണൂരിൽ പോലും ഇപ്പോൾ ഇരുമ്പ് മറക്കാണല്ലോ, കണ്ണൂരിൽ ഒരു ഏകഛത്രാധിപതിയെ പോലെയാണല്ലോ കണ്ണൂരെ പാർട്ടി. അവിടെ എതിർവായി തിരുവായില്ല, പിണറായി വിജയൻ പറയുന്നതിനപ്പുറം ഇല്ല എന്നുള്ള പാർട്ടിക്കകത്ത് ഇപ്പോൾ ഗ്രൂപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ആദർശപരമായ ഗ്രൂപ്പല്ല, അധികാരം വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. EP ജയരാജൻ തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ബിസിനസ് സംവിധാനവും അദ്ദേഹം ഈ BJP നേതാക്കന്മാർ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് നടത്തിയ ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ അവിടെ ചർച്ചയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെ എതിർക്കാൻ ഞാനാണ്, EP ജയരാജനാണ് മാഫിയ തലവൻ, EP ജയരാജനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്, ഞാൻ ആദർശവാനാണെന്ന് പറയുന്ന ഈ ജയരാജനും ഇപ്പോൾ കേൾക്കുമ്പോൾ എത്രയോ EP ജയരാജൻ അതിനെ എത്രയോ മാന്യനാണെന്ന് പറയേണ്ടി വരും. ആ രൂപത്തിലേക്കല്ലേ കണ്ണൂരിലെ പാർട്ടി പോകുന്നത്? ഇത് ഗൗരവതരമായി, ഇത് നാടിൻ്റെ പ്രശ്നമല്ലേ? ഇത് നാടിൻ്റെ പ്രശ്നമല്ലേ? മാത്രമല്ല സ്മൃതി, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഒരു DYFI ജില്ലാ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്തിനകത്ത് നേതൃത്വം കൊടുത്ത് അതിൻ്റെ സ്വർണം അയച്ചത് DYFI ഓഫീസ് സെക്രട്ടറിയുടെ കയ്യിലേക്ക് എത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ പരാതി കൊടുത്ത് ആ പരാതി കൊടുത്ത DYFI ജില്ലാ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന ഒരു നേതാവിന് യുവജനക്ഷേമ ബോർഡിൻ്റെ കമ്മീഷൻ ചെയർമാനായി നിൽക്കുന്നു. എന്ത് സന്ദേശമാണ് ഈ പാർട്ടി കൊടുക്കുന്നത്? തെറ്റാതിരുത്തുന്നത് ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു മിനിറ്റ്, TPA കേസിലെ പ്രതികളെ അതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. പ്രതികളെ, ആ പ്രതികൾക്ക് ജയിലിൽ വെച്ചിട്ട് ഇത് നടത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ എന്ത് സന്ദേശമാണ് CPM നാട്ടിൽ തിരുത്തൽ വരുത്തുന്നു, പാർട്ടി ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. പാർട്ടിയിൽ നിന്നും പുറത്തുപോയ ഒരു പഴയ സഖാവ് ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു. അതിൽ MV ജയരാജൻ്റെ പ്രതികരണം വരുന്നു, പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം വരുന്നു. അതിനുശേഷം നടത്തിയ P. ജയരാജൻ്റെ പ്രതികരണം ഏതു രൂപത്തിലായിരുന്നു? അതിന് പിന്തുണ നൽകി അദ്ദേഹത്തിന് ശക്തി പകർന്നുകൊണ്ട് നിൽക്കുന്ന കൈകൾ ആരുടേതാണ്? ശ്രീ BN ഹസ്കർ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഉത്തമ മാതൃക എന്ന് പറയുന്നത് താൻ പ്രവർത്തിക്കുന്ന ഘടകത്തിൽ തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിനുള്ള ധൈര്യം കാണിക്കുക എന്നുള്ളതാണ്. ആ ധൈര്യം കാണിക്കാതെ വലതുപക്ഷ മാധ്യമങ്ങളുടെ പിണിയാളായി വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ചർച്ചയൊരുക്കുന്നതിനു വേണ്ടി ശത്രുക്കൾ പോലും നാളിതുവരെ സഖാവ് P. ജയരാജനെ കുറിച്ച് കറപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. നാടാടെ അത്തരത്തിൽ പൊതുമാധ്യമങ്ങളിലേക്ക് വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ചർച്ചയൊരുക്കുന്നതിനു വേണ്ടി ഇത്തരം തുറന്നു വരച്ചിലുകൾ ആർക്കു വേണ്ടിയാണ് നടത്തുന്നത് എന്ന് വളരെ കൃത്യമായി കയ്യിലിരിക്കട്ടെ എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. BN ഹസ്കർ, പാർട്ടിക്കകത്ത് ഷാജിറിനെതിരെ മനു തോമസ് പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഏകാംഗ കമ്മീഷൻ അതിന്മേൽ അന്വേഷണം നടത്തി. എന്താണ് പരാതി? ഷാജിറിന് DYFI ജില്ലാ സെക്രട്ടറിക്ക് കൊട്ടേഷൻ സംഘവുമായി, സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്നായിരുന്നു പരാതി. ആ പരാതിയിൽ ഏകാംഗ കമ്മീഷൻ അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. സുരേന്ദ്രൻ അന്വേഷണം നടത്തി. അതിനുശേഷം അദ്ദേഹം നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഷാജിർ ജാഗ്രത കാട്ടണമായിരുന്നു എന്നാണ്. അതായത് ഷാജിറിന് പിഴവ് പറ്റി എന്നുള്ളതാണ്. ആ പിഴവ് പറ്റിയ ശേഷവും അദ്ദേഹത്തെ എലിവേറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിന് വേറൊരു സ്ഥാനം കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് തിരുത്തിയിട്ടുള്ളത്? എന്ത് വേലയാണ് കയ്യിൽ വയ്ക്കാൻ പറയുന്നത്? P. ജയരാജന്റെ പോസ്റ്റിന് പിന്തുണയുമായി ഇന്ന് വന്നിരിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളാണ്, അർജുൻ നായങ്കിയാണ്. സ്മൃതി, പലപ്പോഴും പൊതുപ്രവർത്തകർ പ്രതിച്ഛായയുടെ തടവറയിലായിരിക്കും. അങ്ങനെ പ്രതിച്ഛായയുടെ തടവറയിൽ അകപ്പെട്ടു പോയ ആളുകൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലയിൽ കെട്ടിവെക്കേണ്ടതില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഏതൊരു പ്രവർത്തകനേക്കാളും വലുതാണ്. മനു തോമസ് ഒരു നിസ്സംഗനായ പാർട്ടി പ്രവർത്തനമാണ്, ഒരു സംശയമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനത്തിൽ ജയിൽവാസവും കഷ്ടപ്പാടുകളും യാതനകളും അനുഭവിച്ച് ഈ പാർട്ടിയെ കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടി നിർലോഭം പ്രവർത്തിച്ചിട്ടുള്ള ഒരു സഖാവാണ്. എന്നാൽ ആ സഖാവിന് ഇപ്പോൾ തെറ്റുപറ്റിയിരിക്കുന്നു. അത് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്കാർക്കും മടിയൊന്നുമില്ല. അത് പറയേണ്ട വേദിയിൽ പറഞ്ഞിട്ടില്ല. ഷാജിറിനെതിരെ പരാതി നൽകി. ആ പരാതി പാർട്ടി അന്വേഷിച്ചു. പാർട്ടി അന്വേഷിച്ചപ്പോൾ അതിൽ വസ്തുതകളില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ
അല്ലെങ്കിൽ ജാഗ്രത കുറവുണ്ട് എന്ന് കണ്ടെത്തിയാൽ അതെന്തോ വലിയ അക്ഷന്തവ്യമായ അപരാധമായിട്ടാണോ കാണുന്നത്? പൊതുപ്രവർത്തകർക്ക് തെറ്റുപറ്റും. ആ തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സഖാക്കളെ എലിവേറ്റ് ചെയ്യുക അഭിഭാഷകനല്ലേ? സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നതാണോ? സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നതാണോ ജാഗ്രത കുറവ്? ഉളുപ്പുണ്ടോ താങ്കൾക്ക് ന്യായീകരിക്കാൻ? താങ്കൾക്ക് എന്ത് നിരീക്ഷകനാണ്? എന്ത് നിരീക്ഷകനാണ് നിങ്ങൾ? സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്നാണോ പറയുന്നത്? സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി ബന്ധമുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്, അവരെ സഹായിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പരാതി എന്നല്ലേ നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്നത്? ഇപ്പൊ സ്വർണ്ണക്കള്ളക്കടത്തുകാരനായോ? ആ ബന്ധം ഏത് രൂപത്തിലേക്കൊക്കെ പോയി എന്ന ബന്ധം എന്ന് മാത്രമല്ല സ്മൃതി, ഞാനത് പറയാം. ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏതെങ്കിലും വഴിവിട്ട ആളുകളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട്, എന്റെ തിരിച്ചറിവ് കുറവുണ്ട്, എനിക്കത് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ അത്തരം ബന്ധമുണ്ടായാൽ അത് തിരിച്ചറിയുന്ന ഘട്ടത്തിൽ ഞാൻ തിരുത്തും. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അല്ലെ, ആ ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെ തനിക്കൊരു പിഴവ് പറ്റിയെന്ന് ജനസമക്ഷം പറഞ്ഞിട്ടുണ്ടോ? അത് ജനസമക്ഷം അല്ലല്ലോ പറയേണ്ടത്. ജനസമക്ഷം അറിഞ്ഞ കാര്യങ്ങൾ ജനസമക്ഷം പറയണ്ടേ? ജനമറിഞ്ഞ കാര്യങ്ങൾ ജനത്തിന് മുന്നല്ലേ പ്രതികരിക്കുന്നത്? സംസ്ഥാന യുവജന കമ്മീഷന്റെ ചെയർമാനാണ്. കേരളത്തിലെ ചെറുപ്പക്കാരെ നേരിന്റെ വഴിയിൽ, നന്മയുടെ വഴിയിൽ, തെറ്റിന്റെ വഴിയിൽ നിന്ന് നയിക്കേണ്ട ഒരു കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനത്താണ് ഈ ഷാജിർ എന്ന് പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി ബന്ധമുള്ള പാർട്ടിയുടെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് കൊടുത്ത പരാതി പറയുന്ന ആള് നിൽക്കുന്നത്. അദ്ദേഹം പറയട്ടെ. ഷാജിറിന് തെറ്റുപറ്റിയെന്നൊന്നും എനിക്ക് വിവരമില്ല. എനിക്ക് മനസ്സിലാകുന്നത് ജനറലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ജനറലായി എന്റെ പാർട്ടിയിൽ നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചാണ്. സ്വാഭാവികമായി കണ്ണൂരിൽ പ്രത്യേകിച്ച് നടക്കുന്ന കാര്യങ്ങൾ വിശദമായി പരിശോധിക്കണം. കണ്ണൂരിൽ മാത്രമല്ല, വടക്കോട്ട് അങ്ങോട്ട് അങ്ങനല്ല സ്മൃതി ഒരു അനുഭാവി നൽകുന്ന പരാതി പോലും വളരെ ഗൗരവത്തോടുകൂടി സമയമെടുത്ത് പരിശോധിച്ച് തീരുമാനമെടുക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശൈലി, CPM-ന്റെ ശൈലി. കണ്ണൂരിലെ പാർട്ടി വിശിഷ്യ ഏതൊരു വ്യക്തി ചെന്ന് പറയുന്ന പരാതിയും ചെവി കൊടുത്തതിന് ശേഷം ആ പരാതിയിൽ കാമ്പുണ്ടെങ്കിൽ ആ പരാതിക്ക് അനുസൃതമായി നടപടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയാണ്. അത് ചരിത്ര സംഭവമാണ്. അല്ലാതെ ആരെങ്കിലും ഒരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം നൽകുന്ന പരാതി വളരെ കണ്ടതുകൊണ്ടാണ്. ശരി, ഒരു മിനിറ്റ് ശ്രീ BN ഹസ്കർ. അങ്ങനെയെങ്കിൽ ഒരു മിനിറ്റ് ശ്രീ BN ഹസ്കർ. എല്ലാ പൊതുപ്രവർത്തകരും ശ്രീ BN ഹസ്കർ, പി ജയരാജൻ ഒരു പോസ്റ്റ് ഇടുന്നു. MV ജയരാജൻ വാർത്താ സമ്മേളനം നടത്തി. മനു തോമസിനെ കുറ്റപ്പെടുത്താതെ നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം മനു തോമസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പി ജയരാജൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതിന് പിന്തുണ നൽകുകയും പുറത്തിറങ്ങിയാൽ ഈ രൂപത്തിൽ പോയി കഴിഞ്ഞാൽ സംഘടന കൈകാര്യം ചെയ്യുമെന്ന്, സംഘടന കൈകാര്യം ചെയ്യുന്ന ആരാണ് പറയുന്നത്? കൊട്ടേഷൻ സംഘം. അങ്ങനെ പറയുകയും ചെയ്തുകൊണ്ട് പ്രതികരിക്കാൻ ധൈര്യം എവിടെ നിന്ന് ലഭിക്കുന്നു? ഈ കൊട്ടേഷൻ സംഘം എപ്പോഴാണ് പാർട്ടിയുടെ നാവായത്? സ്മൃതി അങ്ങ് ഓർക്കുന്നുണ്ടാവും, പാർട്ടി അവിടുത്തെ ഡിവൈഎഫ്ഐ ഈ മനു തോമസ് അടക്കം ഷാജിർ അടക്കമുള്ള ആളുകൾ ഒരു പ്രചരണ ജാഥ നടത്തി. കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെയായിരുന്നു ആ പ്രചരണ ജാഥ. ആ പ്രചരണ ജാഥ ഈ തില്ലങ്കരിയിലെത്തുന്ന ഘട്ടത്തിൽ അന്ന് ഫ്യൂസ് ഊരിക്കൊണ്ട് അവിടെ കൂവുന്നതിന് ആളുകളെ ഏർപ്പാട് ചെയ്തുകൊണ്ട് ഒരു പ്രതിഷേധം നടത്തിയിരുന്നു ഈ കൊട്ടേഷൻ സംഘം. അന്ന് പാർട്ടി എടുത്ത നിലപാട് MV ജയരാജന്റെ പത്രസമ്മേളനം നിങ്ങളുടെ കയ്യിലും ഉണ്ടാവും. MV ജയരാജനും ഷാജിറും സ്മൃതി, അത് മറ്റൊരു കൊട്ടേഷൻ സംഘമാണ്. കൂത്തുപറമ്പിലെ പഴയ നിരത്തിൽ മറ്റൊരു കൊട്ടേഷൻ കേന്ദ്രത്തിലാണ്. അവിടെയാണ് ഫ്യൂസ് ഊരിയത്. അവിടെ നിന്നാണ് മനു തോമസ് പ്രസംഗിച്ചത്. വേറെയുണ്ട്, പഴയ നിരത്ത് വേറെയുണ്ട്. റിജിൽ അത് ആരോ ആവട്ടെ, അന്ന് അതാരോ ആവട്ടെ, പാർട്ടി ഒരു നിലപാടെടുത്തു. കൊട്ടേഷൻ സംഘങ്ങൾ ഒരു പ്രദേശത്തോ ഒരു ഗ്രാമപ്രദേശത്തോ ഒതുങ്ങുന്നൊന്നും അല്ലല്ലോ. അപ്പൊ കൃത്യമായ നിലപാട് പാർട്ടി അവിടെ എടുത്തിരുന്നു. ഡിവൈഎഫ്ഐ എടുത്തിരുന്നു. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഷാജിർ ഒരു നിലപാടെടുത്തിരുന്നു. ആ നിലപാടുകളൊക്കെ തൊട്ടടുത്ത ദിവസം അവിടെ പൊതുസമ്മേളനം വിളിച്ച് ഷാജിർ പ്രസംഗിച്ചത് നിങ്ങൾ മാധ്യമങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പം ഷാജിർ കൊട്ടേഷൻ സംഘത്തിന്റെ ആളായി കഴിയുന്നു, സ്വർണ്ണക്കള്ളക്കടത്തുകാരനാവുന്നു. ഇത്തരത്തിലുള്ള വേലകൾ ഇത് പല കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെ യുവജന നേതാക്കന്മാരെ ഒറ്റതിരിഞ്ഞ് പിടിച്ച് ആക്രമിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലതുപക്ഷ മാധ്യമ തന്ത്രമാണ് ഇത്. ആ വലതുപക്ഷ മാധ്യമ തന്ത്രം തുടരുന്നു എന്നുള്ളതല്ലാതെ കഴമ്പുമില്ല. മനു തോമസ് പാർട്ടി
അല്ല, അത് അങ്ങനെ ശ്രീ ഭാസ്കർ, പാർട്ടി വിട്ടു പോകുന്ന പലരും ഞങ്ങളുടെ പാർട്ടിക്കകത്തുനിന്നോ ഞങ്ങളും അല്ലല്ലോ ആരോപണം ഉന്നയിച്ചത്, ഞങ്ങളാണ് ആരോപണം ഉന്നയിച്ചത്. അങ്ങനെ റിജിലെ ഒരു ഭാര്യയും ഭർത്താവും ഏറ്റവും പവിത്രമായ ബന്ധമെന്നാണ് നാം കരുതാറുള്ളത്. വിവാഹമോചനത്തോടുകൂടി ആ വിവാഹമോചനത്തിന് കോടതിയെ സമീപിക്കുന്ന ഘട്ടത്തിൽ അവർ പരസ്പരം ആരോപിക്കുന്നത് എന്തുമാത്രം നികൃഷ്ടമായിട്ടുള്ള ആരോപണങ്ങൾ ആണെന്നറിയാമോ? ആ പവിത്രമായ ഭാര്യ ഭർത്തൃ ബന്ധത്തിനെ എല്ലാ അർത്ഥത്തിലും തള്ളിപ്പറഞ്ഞുകൊണ്ട് നികൃഷ്ടമായ ആരോപണങ്ങൾ ഉന്നയിക്കും. അങ്ങനെയാണ് ഏതൊരു പാർട്ടിയിൽ നിന്നും ആ പാർട്ടി വിട്ടു പോകുന്ന ആളുകൾ ആ പാർട്ടിയിൽ ഇന്നലെ വരെ നിന്നത് അവരെ മുഴുവൻ കുറ്റം പറയില്ലേ? നിങ്ങളുടെ ഒപ്പം വന്ന ഒരു സഖാവുണ്ടായിരുന്നു ഞങ്ങളുടെ കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടി വക്താക്കളായി പ്രതികരിക്കുമ്പോൾ ഒരു മിനിറ്റ് ശ്രീ ബി എൻ ഹസ്കർ, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ സുതാര്യതയുണ്ടെങ്കിൽ ഈ കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടി വക്താക്കളായി പ്രതികരിക്കുമ്പോൾ നിങ്ങൾ ആരാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ, ഇവിടെ വന്ന് മിണ്ടേണ്ടതില്ല എന്നൊരു പ്രതികരണം പാർട്ടിയിൽ നിന്ന് വരണ്ടേ? എന്താ വരാത്തത്? നമ്മുടെ ചന്ദ്രനെ നോക്കി പല നായ്ക്കളും കുരയ്ക്കാറുണ്ട്. പാർട്ടിക്ക് ഇത്തരം കാര്യങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ കുരയ്ക്കുന്ന ആളുകൾക്കെതിരെ മുഴുവൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയും. കാര്യങ്ങൾ പറയുന്നു ഈ സാമൂഹ്യ മാധ്യമം ആ തരത്തിൽ കുറയ്ക്കുന്ന ഒരു സംഘമാണോ? അങ്ങനെ ഇതൊന്നും അങ്ങനെയല്ലല്ലോ. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടതുപക്ഷ ഹാൻഡിലുകൾ എന്ന് പറഞ്ഞ് ഇപ്പോൾ നിൽക്കുന്ന പല ആളുകളും ഇടതുപക്ഷ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല വർത്തമാനം പറയാറുള്ളത്. അത്തരത്തിൽ ആരെങ്കിലും വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിന്റെ തലയിൽ കെട്ടിവെക്കണ്ടെന്നേ, അത് CPM-ന്റെ തലയിൽ കെട്ടിവെക്കണ്ട. അങ്ങനെ പറയുന്ന കുരയ്ക്കുന്ന ആളുകൾ കുരച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ മനു തോമസിനെ ഇല്ലായ്മ ചെയ്തു കളയുമെന്ന് ഒരു തരത്തിലുള്ള ഒരു പ്രചരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ് ഇവിടെ നടക്കാറുള്ളത്. ചിലപ്പോൾ ചില തെറ്റുകൾ CPM-ന് സംഭവിച്ചിട്ടുണ്ടാവാം. ആ തെറ്റുകളിൽ ഇനി ആവർത്തിക്കാതിരിക്കുന്നതിനാണ് CPM-ന്റെ നിലപാടും ആ രാഷ്ട്രീയ ബോധ്യവും അങ്ങനെ തന്നെയാണ്. അത്തരത്തിലൊരു നിലപാടെടുക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ CPM ശ്രമിക്കുന്നത്. കേസിൽ ഇപ്പോൾ പ്രതികളെ പുറത്തിറക്കാനുള്ള തീരുമാനം അതിപ്പോൾ പൊളിയുമ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ചില പോലീസുകാർ നടത്തിയിരിക്കുന്ന ഉപജാപക സംഘത്തിന്റെ പ്രവൃത്തി, അതാണ് ഇന്ന് MP രാജേഷിന്റെ വാക്ക്, അതാണ് പറയുന്നത്. ഇപ്പോൾ ഈ സംഭവത്തിലും ഏത് രൂപത്തിലാണ് പ്രതികരിച്ചത്? അപ്പോൾ എവിടെയൊക്കെയാണ് തിരുത്തുന്നത്? ഒന്നും താങ്കൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എവിടെയെങ്കിലും തിരുത്തലുകളുണ്ടോ? അല്ല, തിരുത്തലുകളല്ല നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 10 വർഷമായിട്ട് ഈ മാഫിയ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് CPM എടുത്ത നിലപാടുകൾ നോക്കിയാൽ മാഫിയ സംഘങ്ങളെ തഴുകുന്ന, മാഫിയ സംഘങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ്. അത് ഈ ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം ഈ ആളുകൾ, പ്രതികളായിട്ടുള്ള ആളുകൾ തൃശ്ശൂർ ജയിലിൽ കിടക്കുന്ന സമയത്ത് അവരുടെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ അന്ന് തൃശ്ശൂർ എത്തിയ സംഭവം മുതൽ നമുക്കത് വളരെ വ്യക്തമാണ്. അതായത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ പല ഘടകങ്ങളിൽ, കണ്ണൂർ മാത്രമല്ല മറ്റു പല സംസ്ഥാന ഘടകത്തിലായാലും വലിയ തോതിൽ ഈ തരത്തിലുള്ള അനാശാസ്യ പ്രവണതകളുമായുള്ള ബന്ധം അത് വളരെ ആഴത്തിൽ പോയ ബന്ധമാണ്. അവർക്കത് കട്ട് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ അങ്ങനെ കട്ട് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലെ ക്രിമിനലുകളാണ് പാർട്ടിയുടെ ആളുകളായിട്ട് രംഗത്ത് വരുന്നു. പാർട്ടിയുടെ നടപടിക്രമങ്ങൾ അവരെ നടപ്പിലാക്കുന്നത്. ചന്ദ്രശേഖരൻ വധം മുതൽ ഇപ്പം മനുവിനെ സംബന്ധിച്ചിടത്തോളം മനുവിൻ്റെ നേരെ വന്നിരിക്കുന്ന വെല്ലുവിളി, മനുവിൻ്റെ നേരെ വന്ന് ചെറുതാണെന്ന് ഞാൻ കാണുന്നില്ല. കാരണം ചന്ദ്രശേഖരൻ പാർട്ടി പ്രവർത്തകനായിരുന്നു. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോയതിന് ശേഷമാണ് അദ്ദേഹത്തെ ഈ തരത്തിൽ അവർ കൈകാര്യം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഈ ക്രിമിനൽ സംഘങ്ങൾ നീക്കങ്ങളെ അതിനുശേഷം അല്ല, അതാ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ആളുകൾക്ക് ശക്തിയുണ്ട്, അവർക്ക് പിന്തുണയുണ്ട്. ആ പിന്തുണയുടെ പിന്നിലുള്ളത് പാർട്ടിയാണ്, ഭരണമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവമായിട്ട് ഇത് കാണേണ്ടതാണ്. പാർട്ടി തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ബാധ്യസ്ഥമാണ്. കാരണം ഇന്ന് വരെയുള്ള അനുഭവം നോക്കിയാൽ, ഇന്ന് വരെ ചരിത്രം നോക്കിയാൽ CPM സംവിധാനവും പാർട്ടിയും ഭരണവും ഇത്തരത്തിലുള്ള ആളുകൾക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഇന്നലെയും കൊടുത്തിട്ടുണ്ട്, ഇന്നും കൊടുത്തിട്ടുണ്ട്. ചന്ദ്രശേഖരൻ വധത്തിൽ ഏറ്റവും അവസാനം ഈ 7ാമതൊരുത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പിന്നെ പോലീസുകാർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇന്ന് അസംബ്ലിയിൽ വന്നു. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യങ്ങൾ ചെറുതല്ല, വളരെ ഗൗരവമുള്ളതാണ്. സമൂഹം ഇതിനെ വളരെ ഗൗരവത്തോടുകൂടി കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി റിജിൽ, ഇപ്പോൾ മനു തോമസിന് ഇപ്പോൾ ആരുടെയും പിന്തുണയില്ല, പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി മാറിയിരിക്കുന്നു. എന്തായാലും പാർട്ടിയിൽ ഒരു വിഭാഗം ത്തിന്റെ ഒരു മൗന സമ്മതമുണ്ട് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നതിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരം ചില സൂചനകളും ലഭിക്കുന്നുണ്ട്. കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് എന്താണ്?
ഞങ്ങൾ വളരെ ഗൗരവതരമായിട്ടാണ് മനു തോമസിൻ്റെ വെളിപ്പെടുത്തലുകൾ നോക്കിക്കാണുന്നത്. ഇത് വളരെ കൃത്യമായി ഇത് സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്, നാടിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇത് സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയ സംഘങ്ങൾ, കൊട്ടേഷൻ സംഘങ്ങൾ ഈ നാടിനകത്ത് തഴച്ച് വളരാൻ നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് നാടിനെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതിനകത്ത് ശക്തമായ ഒരു നടപടി, നിയമപരമായിട്ടുള്ള അന്വേഷണം എല്ലാ ഭാഗത്തും ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. മാത്രമല്ല, ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഈ ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ ഇവരുണ്ടാക്കി വെച്ച ആളുകളാണല്ലോ ഇതൊക്കെ. പോരാളി ഷാജിമാരും റെഡ് ആർമിമാരൊക്കെ ഇപ്പോൾ ഇവരെ തിരിഞ്ഞു കുത്തുകയാണ്. ആരാണ് തിരിഞ്ഞു കുത്തുന്നത്? ആളെ കൊല്ലാൻ, രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാൻ, ഷുഹൈബിനെ, ഷുക്കൂറിനെ, അതോടൊപ്പം ചന്ദ്രശേഖരനെ ഉൾപ്പെടെയുള്ള കൊല്ലാൻ ആഹ്വാനം ചെയ്ത് അവരുടെ മരണവാറണ്ടിൽ ഒപ്പിട്ട് അതിനുശേഷം എന്ത് ചെയ്യുന്നു? അവർക്ക് മറ്റ് പണിയില്ലാതിരിക്കുമ്പോൾ അവർ കൊട്ടേഷൻ ഏൽക്കുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ ആളുകളാകുന്നു. അങ്ങനെ ആളുകളായി പാർട്ടിക്ക് മീതെ അവർ വളരുകയാണ്. പണം അവർക്ക് ഇഷ്ടം പോലെ കിട്ടുന്നു. ആ പണം ഇത്തരം നേതാക്കന്മാരുടെ കൈകളിലേക്ക് പോകുന്നു. നേതാക്കന്മാരിൽ നിന്ന് രാഷ്ട്രീയ പിന്തുണയും പോലീസിൻ്റെ സംരക്ഷണവും അവർക്ക് ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് കണ്ണൂരിലെ രാഷ്ട്രീയത്തിനകത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം ശ്രീമതി സ്മൃതി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പാർട്ടിക്കകത്ത് പരാതി കൊടുത്ത CKP പത്മനാഭൻ എന്ന് പറയുന്ന ഒരു സ്വാത്വികനായ കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ന് എവിടെ നിൽക്കുകയാണ്? ഇതേപോലെ DYFIയുടെ ജില്ലാ സെക്രട്ടറിയായ അജിത്ത് ഇന്ന് എവിടെയാണ്? പരാതി കൊടുത്ത ആ പരാതിക്കാരൻ ഇന്ന് എവിടെ നിൽക്കുന്നു? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്കാണ് പരാതി കൊടുക്കാൻ സാധിക്കുക? എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ കൃത്യമാകണമെന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. P. ജയരാജൻ്റെ മകന് ദുബായിൽ എന്താണ് ജോലി? എന്താണ് അദ്ദേഹം അവിടെ നടന്ന ബിസിനസ്? അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? വെളിപ്പെടുത്താൻ ജയരാജൻ തയ്യാറാവണം. ജയരാജൻ്റെ മകനും മക്കൾക്കെതിരായാണ് ഈ ആരോപണം. അതുകൊണ്ട് എൻ്റെ മകൻ കോപ്പി മാഫിയ അല്ല, എൻ്റെ മകന് മറ്റ് സംവിധാനമില്ല, മാന്യമായ ജോലിയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തട്ടെ. ഇത് മനു തോമസ് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. സ്മൃതി, കണ്ണൂരും പരിസരത്തും P. ജയരാജന്റെ മക്കൾ എന്ത് ജോലി ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. നിങ്ങൾ ഇനിയിപ്പോൾ P. ജയരാജനെ തറപറ്റിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ അങ്ങ് ടാർണിഷ് ചെയ്യാമെന്നുള്ള അർത്ഥത്തിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചാൽ P. ജയരാജന്റെ മക്കൾ അവിടെ ഓട്ടോ ഓടിച്ചും കൂലിപ്പടിയെടുത്തും ജീവിച്ചതാണ്. ഗൾഫിൽ പോയി കോവിഡ് കാലഘട്ടത്തിൽ തിരിച്ചു വന്ന് വീണ്ടും കൂലിപ്പടിയെടുത്ത് പാടത്തും പരമ്പിലും നല്ല ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരായി ജീവിക്കുന്ന ആളുകളാണ്. അവരെയൊക്കെ കുറിച്ച് എന്തെങ്കിലും വ്യക്തിപരമായി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് അന്വേഷണം ആക്കാതെയാണ് ഇപ്പോൾ റിജിലിനെ പോലുള്ള ആളുകളൊക്കെ വന്നിരുന്ന് ഇങ്ങനെ പൊതുമാധ്യമത്തിൽ ഇങ്ങനെ വീമ്പിളക്കുന്നത്. ഞങ്ങൾക്കും അതുപോലെ കണ്ണൂരുള്ള മുഴുവൻ ആളുകൾക്കും കൃത്യമായിട്ട് ബോധ്യമുള്ളത് P. ജയരാജന്റെ ശത്രുക്കൾ പോലും പറയാത്ത കാര്യമല്ലേ നിങ്ങളിപ്പോൾ ഇരുന്ന് പറയുന്നത്? ഏതെങ്കിലും തരത്തിൽ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന കാര്യമാണോ ഈ പറയുന്നത്? നിങ്ങളുടെ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ച DYFIയുടെ ഞങ്ങളുടെ പാർട്ടി ഒരു ബന്ധമില്ലാത്ത ഇന്നും കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിൽക്കുന്നവനാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുത്തുകൾ ഒഴിവാക്കണമെന്നും ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറയുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നതാണ് ഇന്നലകളിൽ ഈ പാർട്ടിക്ക് വേണ്ടി ജയരാജന്റെ കീഴെ ജില്ലാ പ്രസിഡന്റായി അവിടെ പ്രവർത്തിച്ചതാണ്. ജയരാജന്റെ കീഴെ ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്ത് പ്രവർത്തിച്ചതാണ് മനു തോമസിനകത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ഷാജിനെ പോലെ ഒരു ആരോപണം ഞങ്ങൾക്ക് മനു തോമസിന് ഇല്ല. കാരണം മനു തോമസ് അങ്ങനെ ചെയ്യുന്ന ആളല്ലാതെ കൃത്യ ബോധ്യമുള്ളത് കൊണ്ടാണ് പറയുന്നത്. ആ ചെറുപ്പക്കാരൻ ഈ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് ശരിയല്ല എന്ന് ഞങ്ങൾ എങ്ങനെ പറയണം? നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ മുഴുവൻ പേക്കൂത്തുകളും, നിങ്ങൾ ഈ പേക്കൂത്തുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ തില്ലങ്കേരിമാരും ഈ ആയങ്കിമാരും ഈ ജയരാജനെ ന്യായീകരിക്കാൻ വരികയല്ലേ? ജയരാജന്റെ മകൻ തന്നെയാണ് പോലും ഈ മുഴുവൻ എന്നുള്ളതാണ് പുറത്തു വരുന്നത്. അതൊക്കെ തിരുത്തുക തന്നെ ചെയ്യും. എന്തെല്ലാം മാറേണ്ടതുണ്ടോ അതെല്ലാം മാറ്റും. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. പാർട്ടി സെക്രട്ടറി പറഞ്ഞാണ്. നമുക്ക് കാത്തിരിക്കാം ആ ദിവസം എന്നാണ് എന്ന്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.